ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സിനെ ഇൻഡക്ടറിന് അക്രോസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന കറന്റിനുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കറന്റിനുണ്ടാവുന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടിയാണ്. അതിനാൽ എപ്പോഴൊക്കെ ഒരു ഇൻഡക്ടറിലൂടെയുള്ള കറന്റ് ചേഞ്ച് ആവുന്നോ അപ്പോഴൊക്കെ ഇൻഡക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടാൻ കാരണമാവുന്നു. ആ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് LdI/dt ഈക്വൽ ആയിരിക്കും. ഈ ഇക്വേഷൻ പറയുന്നത് കറന്റ് ചേഞ്ച് ചെയ്യുന്ന നിരക്ക് കൂടുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജും കൂടുതലായിരിക്കും എന്നാണ്. സോഴ്സ് വോൾട്ടേജ് തുടർച്ചയായി ഫ്ലക്ച്വേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഇവിടെ ഹൈ വോൾട്ടേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഹൈ വോൾട്ടേജ് ആയിരിക്കാം. അതിനാലാണ് ഇതിനെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമാണ് വരുന്നതെങ്കിൽ ആ സമയത്ത് കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. വോൾട്ടേജ് കറന്റിനെ സെയിം ഡയറക്ഷനിൽ പുഷ് ചെയ്യുന്ന കാരണത്താൽ ഇതൊരു ഇൻക്രീസിംഗ് കറന്റ് ആയിരിക്കും. കറന്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന കാരണത്താൽ ഇൻഡക്ടർ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് ഫോം ചെയ്തും ഇവിടെ ഒരു ലോ വോൾട്ടേജ് ഫോം ചെയ്തും ഇൻക്രീസിംഗ് കറന്റിനെ ഒപ്പോസ് ചെയ്യുന്നു. സോഴ്സ് വോൾട്ടേജിന്റെയും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന്റെയും പൊളാരിറ്റി സെയിം ആണ് എന്ന് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ സർക്യൂട്ട് എലമെന്റ്സ് ഒന്നും ഇടയിലായി വരാത്തതിനാൽ ഈ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും വരുന്നത്. അതുപോലെ ഈ പോയിന്റുകളിലെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അതായത് ഈ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈ വോൾട്ടേജിനോട് സിമിലർ ആയിരിക്കും. അതിനാൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്നത് സോഴ്സ് വോൾട്ടേജിന് ഈക്വൽ ആണ് എന്ന് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കും. ഇവിടെ VL എന്നത് LdI/dt ഈക്വൽ ആണ്. നമുക്കറിയാം ഒരു ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF -LdI/dt ഈക്വൽ ആണ് എന്ന്. വോൾട്ടേജ് കറന്റിലുള്ള ചേഞ്ചിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്നാണ് ഇവിടെ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഈ ഡയറക്ഷനെയും കൂടി ഉൾപ്പെടുത്തി പറഞ്ഞപ്പോൾ ഈ രണ്ട് പൊളാരിറ്റിയും സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലായതാണ്. ഡയറക്ഷൻ ആൾറെഡി കൺസിഡർ ചെയ്ത കാരണത്താലാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കാത്തത്. ഇത് V0 sin ωt ഈക്വൽ ആണ്. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിഐയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് IK ഈക്വൽ ആണ്. V0/L ഒരു കോൺസ്റ്റന്റ് ആയതിനാൽ നമുക്കതിനെ ഇന്റഗ്രലിന്റെ പുറത്തെടുക്കാൻ സാധിക്കും. sin ωt dt ഇന്റഗ്രൽ -cos ωt / ωk ഈക്വൽ ആയതിനാൽ നമുക്ക് കറന്റിനെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ലഭിക്കുന്നു.